കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കവിതയ്ക്കും സാമൂഹ്യ പ്രവർത്തനത്തിനും മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയ കവയത്രിയായിരുന്നു സുഗതകുമാരിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. ഈ നക്ഷത്രക്കടലോടനുരാഗത്തിൽ പൂവേ നീയോ വീണ്ടും തെക്കൻ കാറ്റോടനുരാഗത്തിൽ. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്നതാണ് സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾ. കവയത്രിയുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി കവിത എന്ന മാധ്യമത്തെ ഉപയോഗിച്ച കവയത്രിയാണ് സുഗതകുമാരിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. കവിതയ്ക്കും സാമൂഹ്യ പ്രവർത്തനത്തിനും മറക്കാനാകാത്ത സംഭാവനകളാണ് കവയത്രി നൽകിയത്. Of all forms of expression, and she used this medium powerfully to stand for the last and the least. മനുഷ്യാവകാശ പോരാട്ടത്തിന്റെ മുഖമായിരുന്ന സുഗതകുമാരി ഏവർക്കും മാതൃകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ഓർമ്മിച്ചു. ഞാൻ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളിയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. നമുക്ക് തെളിയിച്ചു കൊടുക്കണം. തോൽക്കുന്ന യുദ്ധത്തിലെ അല്ല, ജയിക്കുന്ന യുദ്ധത്തിന്റെ തേരാളിയാണ്, ജേതാവാണ് സുഗതകുമാരി എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി, സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ MV പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സുഗതകുമാരി കവിതകളുടെ സംഗീതാവിഷ്കാരത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. നടിയും നർത്തകിയുമായ ആശാ ശരത് അവതരിപ്പിച്ച സുഗതകുമാരി കവിതയുടെ നൃത്താവിഷ്കാരവും ചടങ്ങിന് മാറ്റുകൂട്ടി. ജനം, തിരുവനന്തപുരം.